ഗോകുലം കേരള എഫ് സിയും വയനാട് യുണൈറ്റഡ് എഫ് സിയും തമ്മിലുള്ള മറ്റൊരു മനോഹര പോരാട്ടത്തിലേക്ക് ഏവരെയും വൺസ് അഗെയിൻ സ്വാഗതം ചെയ്യുകയാണ്. വാശിയേറിയൊരു പോരാട്ടം തന്നെ ഇവിടെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ കണ്ടതാണ്. ആൻഡ് അതിനുള്ള എബിലിറ്റിയും ഉണ്ട്. എന്തായാലും വയനാട് യുണൈറ്റഡ് എഫ് സിയുടെ ടച്ചോട് കൂടി തന്നെ മത്സരം ആരംഭിക്കുന്നു. പക്ഷേ ഇന്റർസെപ്ഷൻ ആണ് വീണ്ടും അവിടെ വയനാട് യുണൈറ്റഡിന്റെ ഭാഗത്തുനിന്ന്. വയനാട് യുണൈറ്റഡിന്റെ മനോഹരമായ ഒരു പന്ത് അത് പാസ്സാക്കി മാറ്റുന്നു. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷ് അവിടെ വയനാട് യുണൈറ്റഡ് എഫ് സിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ആദ്യ പകുതിയിൽ കൂടുതൽ ഗോളുകൾ അടിച്ച ടീം ഏത് എന്നുള്ള ചോദ്യം നേരത്തെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഉത്തരമായിരുന്നു വയനാട് യുണൈറ്റഡ് എഫ് സി. ആൻഡ് അവർ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക കൂടി ചെയ്യുകയാണ്. എന്തായാലും ആ ഒരു സ്ക്വയർ പാസ് നടത്തി അത് കൃത്യമായി വലയ്ക്കകത്തേക്ക് കാഴ്ചവെച്ച ഒരു ഡിഫൻസീവ് ലൈൻ താരമാണ് രമിത്. അല്ല, ഒന്നാം തരം ഒരു ബോൾ മുന്നിലേക്ക് വീണ്ടും ഗോകുലം കേരള എഫ് സി ആ ഗോൾ തിരിച്ചടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ക്വാളിറ്റിയോടുകൂടി തന്നെ ആ ഒരു മത്സരം തീർച്ചയായും പൂർത്തിയാക്കാൻ ഗോകുലത്തിന് കഴിഞ്ഞു. വീണ്ടും നല്ലൊരു റണ്ണാണ് അവിടെ ഗോകുലത്തിന്റെ ഭാഗത്ത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗോകുലം കേരള എഫ് സിക്കായി അവരുടെ ഈ മത്സരത്തിലെ ആദ്യ ഗോൾ വീണ്ടും കുറിക്കപ്പെടുന്നു. കേരള എഫ് സിക്ക് അനായാസം മത്സരത്തിന്റെ 26ാമത് മിനിറ്റിൽ സാധിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫൻഡ് ചെയ്ത് നിന്ന ആ ഒരു വയനാട് യുണൈറ്റഡ് എഫ് സിയുടെ ഡിഫൻസിനെ മൊത്തത്തിലൊന്ന് പ്രതിരോധത്തിലേക്ക് ലിറ്ററലി തള്ളിവിടുകയാണ്. ഈ ഒരു അവസരത്തിൽ വീണ്ടും ഗോകുലം കേരള എഫ് സി നല്ല ഒന്നാന്തരമായി തന്നെയാണ് ആ പന്ത് ക്രോസ് ചെയ്യുന്നത്. ആൻഡ് ഒരു നിസ്സാര ടച്ചിലൂടെ ഷിജിൻ സ്കോറിംഗ് ദെയർ ഫസ്റ്റ് ഗോൾ. വീണ്ടും അമീന്റേതായിരുന്നു ആ ഒരു ടച്ച്. വീണ്ടും അവിടെ നല്ലൊരു ബ്രേക്ക് ത്രൂ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു 3-2 ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവിടെ ഇക്ബാൽ. ആൻഡ് ഒന്നാം പകുതി ആ ഒരു ടച്ചോട് കൂടി ആ ഒരു വയനാട് യുണൈറ്റഡ് എഫ് സി മുന്നേറ്റത്തോടു കൂടി അവസാനിക്കുമ്പോൾ റൈറ്റ് നൗ ഡെലിവറി ഇൻ ടു ദ പെനാൽറ്റി ഏരിയ. നല്ലൊരു ഒന്നാന്തര ബോൾ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഓപ്പൺ ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്സലന്റ് ഫിനിഷ് അവിടെ. വീണ്ടും വളരെ ക്ലവറായി തന്നെയാണ് അമീൻ ആ ഡെലിവറി പൂർത്തിയാക്കുന്നത്. നോക്കുക, വളരെ ക്ലവറായി ആ ഒരു ലെഫ്റ്റ് ഭാഗത്തേക്ക് പന്ത് നൽകുന്നു. ഫസ്റ്റ് ടൈം സേവ് വരുന്നു, അതിനുശേഷം ഒരു ഗോൾ ലൈൻ ക്ലിയറൻസും, അതിനുശേഷം അരുൺ ലാലിൽ നിന്ന് വന്ന ഒരു മനോഹരമായ ഗോളും. ആൻഡ് സെക്കൻഡ് ബോൾ പക്ഷേ ഗോകുലം കേരളയാണ് വിൻ ചെയ്യുന്നത്. ലേ ഓഫ് ചെയ്ത് നൽകിയ ഒരു പന്തിനെ വീണ്ടും പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തേക്ക് ഡെലിവറി ചെയ്യാനുള്ള ശ്രമം അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ്. ആ പന്തിന് കുറച്ചുകൂടി സീരിയസ്നെസ് കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. വീണ്ടും നല്ലൊരു ഡെലിവറി ഇൻ ടു ദ പെനാൽറ്റി ഏരിയ ആൻഡ് സമനില ഗോൾ കണ്ടെത്തുന്നു. വീണ്ടും ക്യാപ്റ്റൻ സന്തോഷ സംഗീതമായി തീർച്ചയായും EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ വേദിയിൽ ഇപ്പൊ മുഴങ്ങി കേൾക്കാം. ഇതാണ് ആ ഒരു കോർണർ കിക്ക്, ഒരു ഫ്രീ ഹെഡറിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ എന്തായാലും വീണ് കിട്ടി ഷിജിനെ കൃത്യമായി കിട്ടാൻ പോകുന്നത്. കറന്റ്ലി പോയിന്റ് പട്ടികയിൽ മുന്നിൽ തന്നെയുള്ള അതേ ടീമിന് തന്നെയാണ് ഗോകുലം കേരള എഫ് സിക്ക് ആയിരിക്കുന്നില്ല, വയനാട് യുണൈറ്റഡ് എഫ് സിക്ക് ഒപ്പം ആയിരിക്കും. റൈറ്റ് സൈഡിലേക്ക് ഓവർ ഹെഡ് ബോൾ, നല്ലൊരു ഡെലിവറി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് സെലിബ്രേറ്റ് ചെയ്യാൻ തീർച്ചയായും വയനാട് യുണൈറ്റഡ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാരണങ്ങളുണ്ട്. 97th മിനിറ്റ് ആൻഡ് സ്റ്റിൽ ദ മാച്ച് ഈസ് ഓൺ. ഇതായിരുന്നു ആ ഫോർവേഡ് ബോൾ, ലോഫ്റ്റഡ് ഫോർവേഡ് ഡെലിവറി നേരെ മുന്നിലേക്ക് അളന്ന് മുറിച്ചുള്ളൊരു പാസ് ആൻഡ് ഫൈനൽ ഡെലിവറി നേരെ വലയ്ക്കകത്തേക്ക് തട്ടിയിടുകയാണ് വയനാട് യുണൈറ്റഡ് എഫ് സി. 97ാമത് മിനിറ്റിൽ വയനാട് യുണൈറ്റഡ് എഫ് സി ഡിപ്പ് ചെയ്യുന്നത് കുറച്ചധികം നല്ല വൈഡായാണ്, വളരെ നീളത്തിലാണ്. ആൻഡ് ഫുൾ ടൈം 99 മിനിറ്റുകൾ നീണ്ടു നിന്ന ഈ ഒരു ആഘോഷത്തിന് തീർച്ചയായും തിരശീല വീഴുകയല്ല, പക്ഷെ ആഘോഷത്തിന് കാഠിന്യം കൂടുകയാണ്. It's Wayanad United FC 3 and Gokulam Kerala FC 2.